ആൾ ദൈവങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ രാജ്യത്താണ്, പ്രത്യേകിച്ച് കേരളത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ആൾ ദൈവങ്ങൾ കൂടുതലും ഇന്ത്യയിലാണ്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ അമിതമായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്, അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കും ഒരുപക്ഷെ ആൾ ദൈവങ്ങളിലേക്ക് മനുഷ്യൻ തിരിയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന ഒരാൾ ദൈവത്തെക്കുറിച്ചാണ്, നിത്യാനന്ദ എന്ന് പറയുന്ന ആൾ ദൈവത്തെക്കുറിച്ചാണ്. വലിയ വിവാദങ്ങൾ എപ്പോഴും വരുന്ന ഒരാൾ ദൈവം തന്നെയാണ് നിത്യാനന്ദ. ഇയാൾ കുറേ നാളായിട്ട് എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഒരു ഈ പറഞ്ഞോണം വർഗീയത വളർത്തുന്നു എന്നുള്ള തരത്തിൽ കേസുകളും മറ്റുമൊക്കെ ആയിട്ട് പലവിധ വിവാദങ്ങളിൽപ്പെട്ടിരുന്ന ആളിനെ ഒരു സുപ്രഭാതത്തിൽ കാണാതെ പോകുന്നു. പക്ഷെ ഇദ്ദേഹം എവിടെ എന്നൊരു ചോദ്യമാണ് പലയിടത്തും ഉയരുന്നത്. അദ്ദേഹത്തിനെ കാണാനില്ല. പല പല ഊഹാപോഹങ്ങൾ പല സമയങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാമി നിത്യാനന്ദ ഓസ്ട്രേലിയക്ക് സമീപമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കൈലാസം USK എന്ന പ്രത്യേക രാജ്യത്തിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യ അർച്ചന മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ USK എന്ന് പറയുന്നത് എന്താണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഇത് അറിഞ്ഞത്. USK എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കൈലാസം എന്ന ഓസ്ട്രേലിയക്ക് സമീപമുള്ള സ്വയം പ്രഖ്യാപിത രാഷ്ട്രമാണ്. അതായത് ഈ നിത്യാനന്ദ സ്വയം പ്രഖ്യാപിച്ച അയാളുടേതായ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് USK എന്ന് പറയുന്നത്. അല്ലാതെ ഇത് പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു രാജ്യമില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ് USK, അവിടെ ഉണ്ട് എന്നാണ്. വളരെ വിചിത്രമായി എനിക്ക് തോന്നി. ഗൂഗിൾ സെർച്ച് ചെയ്യുന്നവർക്ക് അത് കിട്ടും. മധുരയിലെ ഒരു മഠത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ നിത്യാനന്ദ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യ അർച്ചന ഈ പരാമർശങ്ങൾ നടത്തിയത്. നിത്യാനന്ദ എവിടെയാണ് എന്ന് കോടതി ചോദിച്ചതിനാണ് ഈ ഒരു ആൻസർ നൽകിയത്. അദ്ദേഹം പ്രത്യേക രാജ്യമെന്ന് അവകാശപ്പെടുന്ന കൈലാസം എവിടെയാണെന്ന് കോടതി ചോദിച്ചു. കൈലാസം, അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കൈലാസ് എന്നാണ് അതിന് പേരിട്ടത്. അപ്പം കൈലാസ് എവിടെയെന്ന് ചോദിച്ചു. പിന്നെ വീണ്ടും കോടതി ആവർത്തിച്ച് ചോദിച്ചു. കോടതിയുടെ ചോദ്യങ്ങൾക്ക് നിത്യാനന്ദയുടെ അഭിഭാഷകന് പകരമെത്തിയ ശിഷ്യ അർച്ചനയാണ് ഇതിനൊക്കെ മറുപടി നൽകിയത്. അവിടെ എങ്ങനെ എത്തുമെന്ന് ചോദിച്ചു. കൈലാസം സന്ദർശിക്കാൻ വിസയും പാസ്പോർട്ടും വേണോ എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ഇതൊക്കെ നമ്മൾക്ക് സാധാരണ ഒരു സംശയം തോന്നിയ ചോദ്യങ്ങളാണ്. എന്തായാലും അത് കോടതി ചോദിച്ചു. ഓസ്ട്രേലിയയ്ക്ക് അടുത്തുള്ള USK, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കൈലാസം എന്ന പ്രത്യേക രാജ്യത്താണ് അദ്ദേഹം താമസിക്കുന്നതെന്നും അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച രാജ്യമാണെന്നുമാണ് ഇവർ കോടതി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക രാജ്യം സ്വയം പ്രഖ്യാപിച്ചു. ഇപ്പോൾ അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നാൽ അവിടേക്ക് പാസ്പോർട്ടുണ്ടോ വിസയുണ്ടോ എന്നുള്ളതിനുള്ള മറുപടികളൊന്നും ഈ ശിഷ്യ നൽകിയിട്ടില്ല. നിത്യാനന്ദയ്ക്ക് വേണ്ടി പുതിയ അഭിഭാഷകനെ നിയമിക്കാൻ അനുമതി നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. പുതിയ അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ കോടതി അനുവദിക്കുകയും കേസ് പിന്നീടേക്ക് പരിഗണിക്കുകയും ചെയ്തു. ഏതായാലും നിത്യാനന്ദയെ പോലുള്ള ആൾ ദൈവങ്ങൾ ഒരുപക്ഷെ മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന തരത്തിൽ അവർ ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടും അവരുടെ മനസ്സിനെ ചൂഴ്ന്നെടുത്തുകൊണ്ട് മനസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് അവർ സമ്പാദിച്ച് ഇപ്പോൾ പുതിയൊരു രാജ്യം വരെ സ്വായത്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആൾ ദൈവം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നമുക്കറിയാം ചില ആൾക്കാരുടെ സംസാരങ്ങളും മോട്ടിവേഷനുകൾ അതൊക്കെ ഒരു പക്ഷേ അത് ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയും ഇതുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത ചില ആൾക്കാർ ഒരുപക്ഷെ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്ന സ്വയം പ്രഖ്യാപിത ഞാൻ ദൈവമാണ്, ഞാൻ ഇന്ന ദൈവമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു പൈസ തട്ടിപ്പാണ്, സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ളതിനപ്പുറം ഒന്നും തന്നെയില്ല. അവനവൻ്റെ വിശ്വാസം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്, അവനവൻ്റെ ഇതിലാണ്. ഇതൊക്കെ മനുഷ്യൻ മറന്നുപോയി നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ബലം ശക്തി എന്നിവ നമ്മുടെ മനസ്സിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ പുറകെ പോകുന്നത്. ഏതായാലും ആൾ ദൈവം വലിയൊരു രാജ്യം തന്നെ വാങ്ങിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നത്. കാരണം ഇത്രയും കോടികൾ ചിലപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു രാജ്യം തന്നെ സ്വന്തമാക്കണമെങ്കിൽ എത്രയോ സാമ്പത്തികം
ഒരു സാമ്പത്തിക ലാഭം അയാൾക്ക് ചെന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ കാണാം. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇപ്പോൾ ആൾ ദൈവങ്ങളായിട്ട് വരുന്നത്. ദുർഗയായിട്ടും ഇതായിട്ടും ഒക്കെ വരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ഹിന്ദു ഇത് മതവിശ്വാസത്തെ മാത്രമല്ല ആൾ ദൈവമായിട്ടുള്ള മറ്റ് ഒരു ക്രിസ്ത്യൻ തലത്തിലേക്ക് വന്ന വേറെ ചില കോപ്രായങ്ങൾ നമുക്ക് കാണേണ്ടി വരും. ചില പാസ്റ്റർമാരുടെ കോപ്രായങ്ങൾ അത് ഇത്തരത്തിൽ എന്താ പറയുക, രോഗസൗഖ്യം, എന്തോ പറയുന്നത്, ദൈവം നേരിട്ട് ഞങ്ങളിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ എന്തോ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളിലേക്ക് അഭിഷേകം ചൊരിഞ്ഞു, ആ അഭിഷേകം നിങ്ങളിലേക്ക് അനുഗ്രഹമായിട്ട് തരുമെന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർമാർ കുറേ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇവരെയും കൊണ്ട് പൊറുത്തി മുട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ചെറിയ ഒരു ഭാഗത്ത് ചിലവരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സും ഗുസ്തിയും അല്പം സംസാരമൊക്കെ ഉള്ളവർക്ക് പാസ്റ്റർ ആവാം, വിദേശത്ത് പോവുക, കുറച്ച് ബൈബിളിലെ എവിടെയും തൊടാത്ത കുറച്ച് വാക്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ ആവാം എന്നുള്ളൊരു രീതിയിൽ കുറേ ആൾക്കാർ ഇന്നും നടക്കുന്നുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണം. ഒട്ടും ഇതിൽ പുറകോട്ടല്ല മുസ്ലിം മതവിഭാഗത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ വരെ വെച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പം ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഇന്ന് തുടങ്ങിയതല്ല, പ്രാചീന കാലം മുതലേ ഉണ്ട്. സൂര്യനെയും മഴയെയും കൊടുങ്കാറ്റിനെയും ഇടിമിന്നലിനെയൊക്കെ ദൈവമായി കണ്ട് അന്നു മുതൽ തുടങ്ങിയതാണ് ദൈവമെന്ന ആരാധന, ദൈവമെന്ന ഒരു ഭയം എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ. ഒരു പക്ഷേ ഈ ഇടിമിന്നലിനെയൊക്കെ ഭയപ്പെടുന്നത് അത് ദൈവമായി കാണുകയും അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന പ്രാചീന മനുഷ്യരിൽ നിന്ന് മനുഷ്യൻ എത്രയോ പുരോഗതിയിലേക്ക് മാറി. ഈ പറയുന്ന സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ എത്തത്തക്ക രീതിയിൽ മനുഷ്യൻ വളർന്നെങ്കിലും പക്ഷേ മനുഷ്യൻ ഇപ്പോഴും അന്ധവിശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം നല്ലതാണ്, ഒരു സ്പിരിച്വാലിറ്റി എപ്പോഴും നല്ലതാണ്. പക്ഷെ അതിനെ അന്ധമായി വിശ്വസിക്കുമ്പോഴാണ് അത് മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്നത്. ഇപ്പം നിത്യാനന്ദയെ പോലുള്ളവർ മനുഷ്യനെ, നമുക്കറിയാം പല സ്വാമിമാരും ഇതിൽ ചൂഷണങ്ങൾ സംഭവിക്കുകയും ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ളത്, സ്ത്രീകളോട് ഉള്ള പെരുമാറ്റങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പലതും മറയാക്കിക്കൊണ്ട് പല പരിപാടികളും ഇവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇവരൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ദൈവത്തെ വിളിക്കാൻ ഒരു മീഡിയേറ്റർ ആവശ്യമില്ല, നേരിട്ട് നിങ്ങൾ വിളിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളവരുടെ അടുത്ത് ചെന്ന് പെടരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പം ഞാൻ ഈ പാസ്റ്റർമാരെയൊക്കെ കുറ്റപ്പെടുത്തി പണ്ട് കാലത്ത് സാധു കുഞ്ഞു ഉപദേശി എന്നൊക്കെ പറഞ്ഞ പാസ്റ്റർമാരുണ്ട്. അവരൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമുണ്ട്. ഈ പറഞ്ഞോണം ഉടുതുണി സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു തുണിയെ കാണും അവർക്കൊക്കെ, അതുപോലും മറ്റുള്ളവനില്ലെങ്കിൽ അതുപോലും ഊരിക്കൊടുത്തിട്ട് പോകുന്ന പാസ്റ്റർമാരും പണ്ട് ഉപദേശിമാരെന്ന് പറയും, ഉപദേശിമാരുണ്ട്. എൻ്റെയൊക്കെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഉപദേശിമാരൊക്കെ വരും. അവർക്ക് വേണ്ടുന്നത് പണമൊന്നുമല്ല, അവർക്ക് ഉച്ചയ്ക്കാണ് വരുന്നത്, അവർക്ക് ആഹാരം കൊടുത്ത് അവർ തൃപ്തരാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 500 രൂപയെങ്കിലും വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവർ തൃപ്തരല്ല. അപ്പം അങ്ങനെയുള്ളവരെ കാണാനില്ല. അവർ പെട്ടെന്ന് പള്ളിയിലും അല്ലെങ്കിൽ മറ്റുള്ള തലങ്ങളിലേക്ക് പോയി, വിദേശങ്ങളിലേക്കൊക്കെ പോയി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്, അവരുടെ ഫാമിലി രക്ഷപ്പെടുകയാണ്. അതേപോലെ തന്നെ ഈ ആൾ ദൈവങ്ങൾ, അവർ ഈ എന്തെങ്കിലും കൺകെട്ട് വിദ്യകളൊക്കെ, കുറച്ച് മാജിക്കൊക്കെ അറിയാവുന്നവരാണെങ്കിൽ കുറച്ച് കൺകെട്ട് വിദ്യകളൊക്കെ പഠിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുകയാണ്. ഭയം മനുഷ്യരിൽ ചെലുത്തിക്കൊണ്ട് അതിൽ നിന്ന് പണം നേടുകയാണ് ചെയ്യുന്നത്. ദൈവമെന്ന ഒരു കാര്യത്തെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അതിലൂടെ ഭയം മനുഷ്യനും ജനിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് സാമ്പത്തികം നേടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അതിലൊന്നും മനുഷ്യർ വലപ്പെട്ടു പോകരുത്. കാരണം ഇത് വല്ലാത്ത നമുക്കറിയാം, ഈ ദുർമന്ത്രവാദങ്ങളും ഒക്കെ കുരുതികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ പെട്ടുപോകുമ്പോൾ മനുഷ്യനെ ഇല്ലാണ്ടാകും. മനുഷ്യൻ്റെ മനസ്സ് കൈവിട്ടു പോവുകയാണ്. ഭ്രാന്തമായ ലോകത്തേക്ക് മനുഷ്യൻ പോകും. അപ്പോൾ അതിലേക്ക് പോകാതെ എന്താ പറയുക, പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ മുറുകി പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ആവശ്യമില്ലാത്ത അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ച് നമ്മളെ ക്രൂശിക്കാതിരിക്കുക. മുൻപോട്ട് തന്നെ ധൈര്യമുണ്ടെങ്കിൽ എന്തിനേയും നേരിടാം എന്നുള്ളതാണ്. ധൈര്യമാണ് മനുഷ്യൻ്റെ മനസ്സാണ് ദൈവം, നമ്മുടെ ഉള്ളിലാണ് ഓരോ ഈശ്വരനും എന്നുള്ളൊരു വിശ്വാസം.